ക്യാമ്പയിൻ പിന്തുടർന്ന് PRD. UDF കാലത്തെ പരിഹസിക്കുന്ന പരസ്യം പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇരുണ്ട കാലം എന്ന പേരിലായിരുന്നു CPM ക്യാമ്പയിൻ. UDF കാലത്തെ വീഴ്ചകൾ വാർത്താരൂപത്തിലാക്കിയാണ് പരസ്യം. മലയാള ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലും മുഴുവൻ പേജ് പരസ്യം. എന്നാൽ തിരുവനന്തപുരം എഡിഷൻ, മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പ്രമുഖ പത്രങ്ങളിൽ പരസ്യമില്ല എന്നതും ശ്രദ്ധേയം. പൂട്ടലിന്റെ വക്കിൽ KSRTC, 40% സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഇന്നു മുതൽ ലോഡ് ഷെഡിങ്. പരീക്ഷ എഴുതിയത് പാഠപുസ്തകമില്ലാതെ. ട്രഷറി കാലി. പെൻഷൻ മുടങ്ങിയിട്ട് 18 മാസം. ദേശീയപാത വികസന അതോറിറ്റി മതിയാക്കിയ അതോറിറ്റി. എങ്ങുമെത്താതെ ഗെയിൽ. റോഡ് പണി നിലച്ചു തുടങ്ങിയവയാണ് വാർത്തകൾ. PRD പരസ്യം നൽകിയത്. ഇന്നത്തെ സർക്കാർ പറയുന്ന നേട്ടങ്ങളും മറ്റൊരു പേജിൽ നൽകി. 2 പേജ് പരസ്യമാണ് നൽകിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ലെങ്കിലും മണലൂരിൽ TN പ്രതാപൻ പ്രവർത്തനം തുടങ്ങി. ചിറ്റാറ്റുകരയിൽ വീട് വാടകയ്ക്കെടുത്ത് വാർഹൌസ് തുടങ്ങി. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വാർഹൌസ് വിക്ടറി ഹൌസായി മാറുമെന്ന് പ്രതാപൻ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസിന്റെയും UDFന്റെയും മുന്നൊരുക്കമാണെന്ന് പ്രതാപൻ പറഞ്ഞു. മേൽനോട്ടം വഹിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 286 ചുമരുകൾ എഴുതി കഴിഞ്ഞു. 400ഓളം ചുമരുകൾ ബുക്ക് ചെയ്തു. 2.5 ലക്ഷത്തോളം കൈപ്പത്തി ചിഹ്നം ഒട്ടിച്ചു. 243 ബൂത്ത് ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. വാർഹൌസ് എന്നാണ് വീടിന്റെ പേര്. യുദ്ധം ജയിക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണം ഒരുക്കിയെന്നും പ്രതാപൻ പറഞ്ഞു. മണലൂർ മണ്ഡലം UDF ജയിച്ചിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തുമെന്ന് സൂചന. മണ്ഡലത്തിൽ മറ്റു പേരുകൾ BJP നേതൃത്വത്തിന്റെ പരിഗണനയിലില്ലെന്ന സൂചനയാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ BJP സാധ്യതാ പട്ടികയും ഏകദേശം വ്യക്തമായി തുടങ്ങി. ആറന്മുളയിൽ മത്സരിക്കാൻ MD രമേശിനോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ മുൻ DGP ആയ R ശ്രീലേഖ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് വീണ്ടും മത്സരിക്കുമെന്ന് സൂചനയുണ്ട്. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് എന്നിവരും മത്സര രംഗത്തിറങ്ങും. തിരുവനന്തപുരം അഞ്ചുതെങ്കിൽ തെരുവുനായയുടെ ആക്രമണം. വീട്ടുപടിക്കലിരുന്ന 2 വയസ്സുകാരിയെ തെരുവുനായ കടിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വീട്ടുപടിക്കലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ നായ കടിച്ച് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. അഞ്ചുതെങ്ങ് പുത്തൻമണ്ണ് ലക്ഷം വീട്ടിൽ സുജിത ജോൺ ബോസ്കോ ദമ്പതികളുടെ മകൾ ഐറ ജോണിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. നാട്ടുകാരും വീട്ടുകാരും ബഹളം വെച്ച് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും നായ തുടരെ കുട്ടിയെ കടിച്ചു. വടിയുമായി എത്തിയ അയൽവാസി നായയെ തല്ലിയോടിച്ചാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കുട്ടിയെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ശരീരത്തിൽ 6ഓളം മുറിവുണ്ട്. 2 ആഴ്ചക്കിടെ അഞ്ചുതെങ്ങ് മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ 30ഓളം പേർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഞണ്ടുകറി കഴിച്ചതിനെ തുടർന്ന് 33കാരനായ യുവാവിന് ദാരുണാന്ത്യം. ചേപ്പലം കുഴിക്കൽ വീട്ടിൽ എൽജൻ ജൂഡാണ് മരിച്ചത്. ജൂഡിന് ഞണ്ട് അലർജിയുള്ള ആളാണ്. ഞണ്ടുകറി കഴിച്ചതിനെ തുടർന്ന് ഗുരുതര അസ്വസ്ഥത അനുഭവപ്പെട്ടു. ചികിത്സയിലിരിക്കെയാണ് മരണം. ശനിയാഴ്ച രാത്രി വീട്ടിലുണ്ടാക്കി ഞണ്ടുകറി കഴിച്ചിരുന്നു. കിടക്കാൻ നേരം അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില വഷളായതോടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. എന്നാൽ ചികിത്സാഫലം കാണാതെ ബുധനാഴ്ച ഉച്ചയോടെ മരണം സംഭവിച്ചു. മുമ്പ് കഴിച്ചതിനെ തുടർന്ന് ഞണ്ട് അലർജി തിരിച്ചറിയുകയും പിന്നീട് ഇത് ഒഴിവാക്കുകയുമായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത് വീണ്ടും കഴിച്ചത്. വ്യാഴാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.